ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ള ബൈബിൾ പഠന പരമ്പരയുടെ 32ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ വരുവനാകുന്ന കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ആ കർത്താവിനെ സ്തുതിക്കുകയാണ്. അടിസ്ഥാന വേദോപദേശങ്ങളിൽ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വേർപാട്, കൂട്ടായ്മ എന്നീ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. കൂട്ടായ്മ എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചത്. ഇന്നും കൂട്ടായ്മ എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലം ചിന്തിക്കാം. ദൈവമായ കർത്താവ് ഇന്ന് രാത്രികാലം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കും. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. അപ്പോൾ ഇവിടെ പൗലോസ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മ വല്ലതും ഉണ്ടെങ്കിൽ എന്തൊക്കെ ആയിത്തീരണമെന്ന് നമുക്ക് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അവർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണമെന്നും ഏക മനസ്സുള്ളവരായി ഏകഭാവം കൊണ്ട് ഉള്ളവരായി തീരണമെന്നൊക്കെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ടിടയായി. ഇന്ന് നമ്മൾ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മ. പലപ്പോഴും ആർക്കും ഇഷ്ടമല്ലാത്ത, എല്ലാവർക്കും തന്നെ ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടായ്മയാണ് കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മ. അത് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണെങ്കിലും മനുഷ്യരോടുള്ള ബന്ധത്തിലാണെങ്കിലും ഇന്നാർക്ക് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ ആർക്കും തന്നെ താല്പര്യമില്ല. കർത്താവ് എന്നാൽ നേരെ തിരിച്ചാണ്. കർത്താവ് പറയുന്നത്, ഞാൻ കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവരെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അപ്പം കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്നത് ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ ദൈവമാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും കഷ്ടത വരുമ്പോൾ ഓടിപ്പോകും. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ നന്നാകുന്നതോ ഉയരുന്നതോ ഒന്നും മറ്റാർക്കും ഇഷ്ടമില്ല. ആ ബൈബിളിലെല്ലാം ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. യോസേഫിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ യോസേഫ് വലിയ ദർശനം കണ്ടു. താൻ ഉയർച്ച പ്രാപിക്കുന്നതായ ദർശനം കണ്ടപ്പോൾ തന്നെ യോസേഫിനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയുവാൻ ഈ ലോകത്തിലെ തൻ്റെ സഹോദരന്മാർ വളരെയധികം പരിശ്രമിച്ചു. പൊട്ടക്കിണറ്റിലും അടിമത്വത്തിലും കാരാഗ്രഹത്തിലുമെല്ലാം യോസേഫ് അടയ്ക്കപ്പെട്ടു. അവിടങ്ങളിലെല്ലാം വളരെയധികം കഷ്ടം അനുഭവിച്ചു. എന്നാൽ ആ കഷ്ടതയുടെ മധ്യത്തിൽ, ആ കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുവാൻ തൻ്റെ സഹോദരന്മാരാരും തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ യോസേഫിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാരാഗ്രഹത്തിലുമെല്ലാം ദൈവം യോസേഫിനോട് കൂടെ ഇരുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ദാവീദിന്റെ ജീവിതം പരിശോധിച്ചാലും അങ്ങനെയൊക്കെ തന്നെ. കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ട് താൻ ഒറ്റപ്പെട്ട് ജീവിതം നയിക്കുന്നവനായി തൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ തന്നെ സഹായിക്കുവാൻ
ലോകത്തിലുള്ള ഒരു മനുഷ്യനും തൻ്റെ അടുക്കൽ വന്നിരുന്നില്ല. അവിടെയും തന്നെ പരിപാലിച്ചത് ദൈവമാണെന്ന് ദാവീദ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ മനുഷ്യർ പലപ്പോഴും കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുവാൻ താല്പര്യപ്പെടാത്തവരാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ പറയുകയാണ് 2-3 കാര്യങ്ങൾ. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. അപ്പൊ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. അത് പൗലോസിന്റെ വലിയ ഒരു ആഗ്രഹമാണ്, ഉള്ളിൻ്റെ ഉള്ളിലെ വലിയ താല്പര്യമാണ്. നമുക്കെത്ര പേർക്കുണ്ട് എന്നറിയില്ല. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ താൻ താല്പര്യപ്പെട്ടു. അങ്ങനെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ വെറുതെ പറഞ്ഞത് മാത്രമല്ല. ഇന്ന് പലരും കഷ്ടാനുഭവം അനുഭവിക്കാന്നൊക്കെ പറയും, പക്ഷെ തക്ക സമയമാകുമ്പോൾ മാറിക്കളയും. ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ ഇയ്യോബിനോട് ദൈവത്തെ തിരിച്ചു പറഞ്ഞിട്ട് നീ ചത്ത് കളക എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയ അനുഭവം. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ദൂരെ മാറി നിന്ന് പല കമന്റുകൾ പാസ്സാക്കി പോയവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു മനോഭാവത്തോടെയല്ല യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ പൗലോസ് പറയുന്നു. പൗലോസ് തൻ്റെ ജീവിതത്തിൽ അതിനൊരു മാതൃക കാണിച്ചു. എന്താണ് അതിൻ്റെ മാതൃക? 15-ാം വാക്യത്തിൽ പറയുന്നു, പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. ലോകത്തെ തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണുന്നു. തനിക്ക് മഹത്വം നേടിക്കൊടുത്ത പല കാര്യങ്ങളും താൻ ചവറെന്ന് എണ്ണുകയാണ്. എന്തൊക്കെയാണ് താൻ ചവറെന്ന് എണ്ണിയത്? നമുക്ക് 3-4 മുതൽ വായിക്കുമ്പോൾ കാണാം. ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിപ്പാൻ എന്ന് തോന്നിയാൽ എനിക്ക് അധികം. ഒന്ന് താൻ പറയുകയാണ്, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഒരു യഹൂദനാണെന്ന് താൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ. ആ ഇസ്രായേൽ ജാതിക്കാരിൽ തന്നെ ഏറ്റവും വീരശൂര പരാക്രമികളാണ് ബെന്യാമിൻ ഗോത്രക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബെന്യാമിൻ ഗോത്രക്കാരന് എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായർ, അപ്പനും അമ്മയും എബ്രായർ എന്ന് പറഞ്ഞാൽ ഒരു കറതീർന്ന യഹൂദനാണെന്ന് പൗലോസ് അവിടെ വെളിപ്പെടുത്തുകയാണ്. ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ന്യായപ്രമാണത്തിൻ്റെ എല്ലാ കർമാചാരങ്ങളെക്കുറിച്ചും നല്ല അറിവുള്ളവനും അത് പാലിക്കുവാൻ ഒരുക്കമുള്ളവനായ ഒരു പരീശനായിരുന്നു താൻ. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, യഹൂദ മതത്തിനെതിരായി ഉയർന്നു വന്ന ക്രിസ്ത്യാനിത്വത്തെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ദൈവസഭയെ ഉപദ്രവിക്കുവാൻ യഹൂദ മതത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചവനായിരുന്നു പൗലോസ്. ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി. അപ്പൊ ക്രിസ്തുവിന്റെ കൂട്ടായ്മ, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ചിലരെ കർത്താവിന് വേണ്ടി ത്യജിക്കുവാനായിട്ട് തയ്യാറാകണം. ആരാണ് ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ത്യജിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം കോടിക്കണക്കിന് വസ്തുവകകളുടെ ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യൻ ജീവിതാവസാനത്തിൽ തനിക്ക് സമ്പാദ്യമായിട്ടുണ്ടായിരുന്നത് താൻ എഴുതിയ കുറച്ച് പുസ്തകങ്ങളും ഒരു പുതപ്പും
മാത്രമായി. എന്നാൽ ഇന്നത്തെ കാലത്ത് പലരും നേരെ തിരിച്ച് കുറച്ച് പുതപ്പും എല്ലാം ഒക്കെ ആയിട്ട് കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങും. എന്നിട്ട് കർത്താവ് കൊടുത്തതും വാരി കൂട്ടിയതും ചിലർക്ക് കർത്താവ് കൊടുത്ത് നേടിയതുണ്ട്. അല്ലാതെ തന്നെ പലരും പലവിധമായ തന്ത്രങ്ങളിലൂടെ നേടിയെടുത്തവരും ഉണ്ട്. എന്നിട്ട് അവസാനം പറയും, ഞാൻ കർത്താവിനെ വിശ്വസ്തയോടുകൂടെ സേവിച്ചു, അതുകൊണ്ട് എനിക്കിതെല്ലാം നേടി. ഓക്കെ, അങ്ങനെ അവർ ആർജിച്ചെടുത്ത ഭൗതിക നേട്ടങ്ങളെയെല്ലാം ഉയർത്തി കാണിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് എനിക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നേടിയെടുത്ത നേട്ടങ്ങളെക്കാൾ ഉപരിയായി നിങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെലവിട്ടു? നിങ്ങൾ എന്ത് ത്യാഗം കർത്താവിന് വേണ്ടി ചെയ്തു? നിങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവിന് വേണ്ടി എന്ത് നിങ്ങൾ ചെലവിട്ടു? പൗലോസ് ഒരിക്കൽ കൊരിന്തിയ സഭയോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടി ചിലവിടുകയും ചിലവായി പോവുകയും ചെയ്യും. സഭയുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി പൗലോസ് ചെലവിടുകയാണ്. തൻ്റെ കയ്യിൽ നിന്ന് ചെലവായി പോവുകയാണ്. യാതൊരു വിധമായ നേട്ടവും താൻ ഉണ്ടാക്കുന്നില്ല ഭൗതികപരമായ. അതാണ് ഇവിടെ പൗലോസ് പറയും, എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. എന്തുകൊണ്ട്? തനിക്ക് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയും. 2 കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയുവാൻ താൻ പറയുന്ന അടുത്ത കാര്യം, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി ഒന്നുമല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. തന്നെ ദൈവസന്നിധി താഴ്ത്തുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ ഒരു ആത്മീയ അനുഭവത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന്. പക്ഷെ ഇവിടെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആത്മീയ അനുഭവമുള്ള പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പിന്തുടരുന്നതേയുള്ളൂ, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അടുത്ത 14-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തോട് കൂട്ടായ്മ ആചരിക്കുവാൻ താൻ എന്ത് ചെയ്യുന്നു എന്ന് 14-ാമത്തെ വാക്യം പറയും. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടും. പിമ്പിലുള്ള ചിലത് മറക്കുകയാണ്. ലോകം തന്നെ മുമ്പിൽ പലതും നൽകി മാടി വിളിക്കുന്നുണ്ടായിരിക്കും. ലോകത്തിലെ മോഹങ്ങൾ തന്നെ മാടി വിളിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഞാൻ പിമ്പിലുള്ളതെല്ലാം മറക്കുകയാണ്. എൻ്റെ പിന്നെ വന്ന് എന്നെ പിടിച്ച് ക്രിസ്തുയേശുവിൻ്റെ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന് താൻ പിന്തിരിയുകയാണ്. അല്ലെങ്കിൽ ആ പിമ്പിൽ തന്നെ പിടിക്കാൻ വരുന്ന കാര്യങ്ങളെല്ലാം മറക്കും. എന്നിട്ട് മുമ്പിലുള്ളതാഞ്ഞുകൊണ്ട്, പുറകോട്ട് നോക്കാതെ മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട്, മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്കായി ഓടുകയാണ്. ക്രൈസ്തവർ, അതാണ് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ താൻ ചെയ്യുന്ന കാര്യം. ഒന്ന്, താൻ എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു, താൻ തികഞ്ഞവനായി എന്ന് കരുതുന്നില്ല. 3, പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്കായി പൗലോസ് വേഗം ഓടുകയാണ്. അത്തരത്തിലുള്ള ഓരോ ഓട്ടം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ചോദിക്കുകയാണ് പൗലോസ് ഇങ്ങനെ ഓടുകയാണ്, ആരെങ്കിലും ചോദിക്കുകയാണ് എന്തിനാണ് പൗലോസ് ഓടുന്നതെന്ന് ചോദിച്ചാൽ, പൗലോസ് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിന് വേണ്ടി ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രിക്കാലം നമ്മൾ എത്ര പേർ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ താല്പര്യപ്പെടുന്നുണ്ട്? വിശ്വാസത്തിൽ വന്ന് 50 വർഷത്തെ പാരമ്പര്യം പറയുന്ന ആൾക്കാരും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം,
എനിക്ക് പിന്നെയും ചിലതൊക്കെ നേടണം. എന്ത്? ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ നേടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ കൂടുകയാണ്. എന്നാൽ എത്ര പേർക്ക് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാനായിട്ട് താല്പര്യം? ഇനി അങ്ങനെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിഞ്ഞാൽ വെറുതെ അത് നഷ്ടമല്ല, ചില ഗുണങ്ങളുണ്ട്. എന്താണ്? കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിഞ്ഞ് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. അപ്പൊ ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ ഒരുവൻ താല്പര്യപ്പെട്ട് മുന്നേറുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു കാര്യമാണ് അവന് പുനരുത്ഥാനത്തിന്റെ ശക്തിയും അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യവും കർത്താവ് നൽകുന്ന ആ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഇന്ന് ശക്തി രഹിതരായി അനേകർ തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടം. പലരുടെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് കുടച്ചിലുണ്ട്. നമുക്ക് ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാം. അവൻ ദലീലയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങി. ദലീല ശത്രുക്കൾക്കെല്ലാം ശിംശോനെ ഒറ്റിക്കൊടുത്തു. ശിംശോന്റേതായ ശക്തിയുടെ ഉറവിടമായ ആ ജഡയെല്ലാം ഫിലിസ്ത്യർ ശിംശോൻ ഉറങ്ങിക്കിടന്നപ്പോഴെല്ലാം എടുത്തു മാറ്റി, വെട്ടിമാറ്റി. ആ ശക്തിയുടെ ഉറവിടമായ ആ ജഡകൾ മാറ്റപ്പെട്ടപ്പോൾ ശിംശോൻ വെറും കേവലം ഒരു സാധാരണ മനുഷ്യനായി മാറി. പക്ഷെ ഫിലിസ്ത്യർ വന്നവനെ പിടിക്കാൻ വന്നപ്പോൾ പഴയതുപോലെ മുൻകാലഘട്ടങ്ങളിൽ ശിംശോൻ എന്ന ശക്തിയോടെ എഴുന്നേറ്റൊന്ന് കുടയുമ്പോൾ തന്നെ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധന ചരടുകളും ഒരു ചണനൂൽ തീയിലിട്ട് എരിക്കുന്നത് പോലെ എരിഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ ശക്തി നഷ്ടപ്പെട്ടപ്പോൾ, എടുത്തു കുടഞ്ഞപ്പോൾ തൻ്റെ ബന്ധനങ്ങളൊന്നും പൊട്ടിയില്ല. കുടച്ചിലിഷ്ടം പോലെയുണ്ട്. ഇന്നത്തെ ആത്മീയ ലോകത്തിലും ഇതുപോലെയാണ്. എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെ കുടയുന്നു. ആൾക്കാരെല്ലാം ഭയങ്കര കുടച്ചിലാണ്. എവിടെ നോക്കിയാലും കുടച്ചിൽ. 21 ദിവസം ഉപവാസമൊക്കെ, ഉപവസിക്കുന്നില്ല, അതൊരു വേറൊരു വിഷയം. ഫ്ലക്സിലെ ഉപവാസം ഒന്ന് എഴുതി വെച്ചിട്ട് വെറുതെ കിടന്ന് കൊട്ടയുന്നു, ചാടുന്നു. ശക്തിയില്ല. കാരണം ശക്തി കൊണ്ടുപോകേണ്ടവും കൊണ്ടുപോയി. പിന്നെ കിടന്നിങ്ങനെ ചാടുകയാണ്, കൊടയുകയാണ്. ഒരു കാര്യമുണ്ട്, ശക്തി നഷ്ടപ്പെട്ട ശിംശോൻ പിന്നെ ബന്ധിക്കപ്പെട്ടവനായി, കാഴ്ച നഷ്ടപ്പെട്ടവനായി. അവൻ ദാഗോന്റെ ക്ഷേത്രത്തിൽ ഒരു പരിഹാസ കഥാപാത്രമായി തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അത്തരത്തിലൊരു പരിഹാസപാത്രമായി ഞാൻ നിങ്ങളെ മാറാതെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിവാഹകരായി തീരുന്നവരായി മാറട്ടെ. പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ അനുഭവത്തിന്റെ കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് തയ്യാറാകും. ക്രിസ്തുവിന്റെ കൂട്ടായ്മ ആചരിക്കുന്നവൻ ഹല്ലേലൂയ എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നവനായിരിക്കണം. അവൻ ലോകത്തിൻ്റെതായ തനിക്ക് കിട്ടാൻ പോകുന്നതായ സൗഭാഗ്യങ്ങളുടെ കണക്ക് നിരത്തി താനെന്തോ നേട്ടം നേടി എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവതരിപ്പിച്ച് നിഗളിച്ച് നടക്കുന്നവരല്ല, മറിച്ച് അത്തരം ലോക സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഹല്ലേലൂയ ഇതെല്ലാം വെറും ചവറന്ന് എണ്ണുന്ന ഒരു അനുഭവമായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് അതാണ് ചെയ്തത്. പിന്നീട് പിമ്പിലുള്ളത് പലതും മറക്കുക. നമ്മുടെ പിന്നിൽ പലതും വന്നേക്കാം. ആ പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലേക്കായുക. നമ്മുടെ മുമ്പിൽ ആരാണുള്ളത്? നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1
1 മുതൽ ചില വാക്യങ്ങൾ. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നോക്കുക. നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഓട്ടമുണ്ട്. നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം തിരിച്ചറിയാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഒന്ന്, മറ്റുള്ളവൻ എങ്ങനെ ഓടുന്നതെന്ന് നോക്കും. നമ്മുടെ ട്രാക്ക് നോക്കി നമ്മൾ ഓടുന്നതിന് പകരം ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഓടും. അങ്ങനെ തിരിഞ്ഞു നോക്കി ഓടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സൈഡിൽ അപ്പുറം ആളുടെ ഓട്ടം, ഇപ്പുറത്തവൻ്റെ ഓട്ടം, ഇതെല്ലാം നോക്കി ഇങ്ങനെ ഓടുന്നത് കൊണ്ട് ഇവൻ ഓടാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്ന മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം, അത് സ്ഥിരതയോടെ ഓടുക. അസ്ഥിരന്മാരല്ല. ആരാണ് അസ്ഥിരന്മാർ? നമുക്ക് യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാണ്. അപ്പൊ ഇരുമനസ്സോടുകൂടെ ഒരുവനായിരിക്കരുത്. ഏക മനസ്സായിരിക്കണം. കർത്താവിൽ മനസ്സുറച്ചിരിക്കുന്ന അനുഭവമായിരിക്കണം. അങ്ങനെ ക്രിസ്തുവിൽ മനസ്സുറച്ചിരിക്കുന്നവനാണ് സ്ഥിരതയോടുകൂടെ ഓടുവാനായിട്ട് സാധിക്കും. അപ്പൊ മുമ്പിലൊരു ഓട്ടമുണ്ട്. ആ ഓട്ട സ്ഥിരതയോടുകൂടെ ഓടണം. വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ. അടുത്ത, വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അടുത്ത മുന്നോട്ട് നോക്കുമ്പോൾ മുന്നോട്ടുള്ള നമ്മുടെ ഓട്ടം കാണാം. അടുത്ത മുന്നിൽ നമുക്ക് നോക്കാൻ യേശു ഉണ്ട്. യേശുവിന്റെ പ്രത്യേകത എന്താണ്? യേശു വിശ്വാസത്തിന്റെ നായകനാണ്. എല്ലാ വിശ്വാസികളുടെ ഒരു നായകനാണ് കർത്താവ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. കർത്താവ് ഒരിക്കലും ഒരു കാര്യം ചെയ്തിട്ട് വഴിയിൽ ഇട്ടയച്ചു പോവുകയില്ല. കർത്താവ് ഏതെങ്കിലും പകുതി വഴി നിർത്തിയിട്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യമോ, ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ പകുതി വഴി സൃഷ്ടിച്ചെന്നെ, ആകാശഭൂമി സൃഷ്ടിച്ചെന്നെ, ബാക്കി കാര്യങ്ങളെല്ലാം ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ സൃഷ്ടിച്ചേക്കാമെന്ന് കർത്താവ് വിചാരിച്ചില്ല. 6 ദിവസം കൊണ്ട് തൻ്റെ സൃഷ്ടി മുഴുവനും പൂർത്തീകരണം വരുത്തിയതായിട്ട് കാണും. ഇപ്പോൾ വിശ്വാസത്തിന്റെ നായകനാണ്, താൻ പൂർത്തി വരുത്തുന്നവനുമാണ്. എല്ലാ കാര്യങ്ങൾക്കും പൂർത്തി വരും. കർത്താവ് ഈ ലോകത്തിൽ മാനവരാശിയുടെ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടി, രക്ഷാകര പ്രവൃത്തിക്ക് വേണ്ടി യേശുക്രിസ്തു ലോകത്തിൽ കടന്നു വന്നു. താൻ ക്രൂശിൽ കിടന്നപ്പോൾ പറഞ്ഞത്, ഇതാ സകലതും നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം ചെയ്ത് പൂർത്തീകരിച്ചു. പാതി വഴിയിൽ ഇട്ടേച്ചു പോയില്ല. പാതി വഴിയിൽ ഇട്ടേച്ച് പകുതി പിന്നെ വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞില്ല. അപ്പോൾ വിശ്വാസത്തിന്റെ നായകനാണ് പൂർത്തി വരുത്തുന്നത്. ആ യേശുവിനെ നോക്കുക. അപ്പൊ മുമ്പിലൊരു ഓട്ടമുണ്ട്, മുമ്പിൽ യേശുവുണ്ട്. അടുത്ത് പിന്നെ യേശുവിനെ മുമ്പിൽ നോക്കുമ്പോൾ യേശുവിനെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷമോ. മുന്നിൽ ഓട്ടമുണ്ട്, മുന്നിൽ യേശുവുണ്ട്, മുന്നിൽ അടുത്ത സന്തോഷമുണ്ട്. ക്രൂശിനെ സന്തോഷോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കി ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യും. യേശു കഷ്ടം അനുഭവിച്ചിട്ട് എന്നും കഷ്ടതയായിരുന്നു. കഷ്ടതയ്ക്ക് ഒരു അവസാനമുണ്ടായിരുന്നു. എന്നിട്ട് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. അപ്പോൾ ക്രിസ്തുവിനെ ധ്യാനിക്കണം, പിമ്പിലുള്ളത് മറക്കണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നമ്മൾ അനുഭവിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മൾ നേടിയെടുക്കുന്നവരായി മാറണം. ഈ കാലഘട്ടങ്ങളിൽ
അത്തരത്തിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നേടിയെടുക്കുവാൻ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിലുള്ള കൂട്ടായ്മ ബന്ധത്തിലായി തീരുവാൻ ഇന്ന് രാത്രികാലം നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം അതിനായി സഹായിക്കട്ടെ. തുടർന്നുള്ള നാളുകളിൽ നമുക്ക് തുടർന്നും ദൈവവചനം ചിന്തിക്കാം. ഇന്ന് രാത്രി ലൈവിൽ കടന്നു വന്ന പ്രത്യേക പ്രിയ സിനി ബാബു സിസ്റ്റർ, സണ്ണി മത്തായി പാസ്റ്റർ, അതുപോലെ തന്നെ ജോസഫ് ചാക്കോ പാസ്റ്റർ, മറ്റു പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ചയിൽ വീണ്ടും ഈ സന്ദേശം കേൾക്കുവാൻ അനേകരെ ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുക. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, അനുഗ്രഹീതമായ നല്ല രാത്രിക്കാല സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ള ബൈബിൾ പഠന പരമ്പരയുടെ 32ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. കൂട്ടായ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പമായി ദൈവവചനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരോട് സംസാരിക്കുവാനിടയായി. രാത്രിക്കാലം കേൾവിക്കാരായിരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചു. ദൈവകരം നീട്ടി അവിടത് മാനിക്കണം. ഇനി കേൾക്കാൻ പോകുന്ന ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിക്കും അധികാരം പ്രാപിച്ച നസ്രാനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങളാൽ നന്മകളാൽ അടങ്ങളെ നിറച്ചവിടെ വഴി നിർത്തി സഹായിച്ചാൽ വിവിധ ബലം ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതേക്ക് സ്തുതിക്കുന്നു. ശക്തീകരിച്ച് ബലപ്പെടുത്തി വഴി നിർത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.